ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഓൾറെഡി ന്യൂസിലാൻഡുമായിട്ടുള്ള T20 പരമ്പര ഇന്ത്യൻ ടീം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. നാളെ നാലാമത്തെ T20 മത്സരത്തിന് വേണ്ടി വിശാഖപട്ടണത്ത് ഇരു ടീമുകളും ഇറങ്ങാൻ പോവുകയാണ്. തീർച്ചയായിട്ടും രണ്ട് ടീമുകളിലും മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്ത്യയുടെ ഒരു പ്രോബബിൾ 11 നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ കളിക്കുമെന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട ആശങ്ക. കാരണം കഴിഞ്ഞ 3 മത്സരങ്ങളിലും സഞ്ജു വലിയൊരു ഇന്നിംഗ്സിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, നിരാശപ്പെടുത്തുകയായിരുന്നു. പക്ഷേ നാളത്തെ മത്സരത്തിലും സഞ്ജു സാംസൺ തന്നെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിൽ ഇറങ്ങും. തിലക് വർമ്മ ഒരു സീരീസിൽ നിന്നും റോൾഡ് ഔട്ട് ആണെന്ന് ഓൾറെഡി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒഫീഷ്യലായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പകരം ടീമിലേക്ക് കൊണ്ടുവന്ന ശ്രേയസ് അയ്യർ സ്ക്വാഡിൽ തുടരുകയും ചെയ്യും. സോ ഓപ്പണിംഗിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും. സഞ്ജുവിന് ഇരു മത്സരം വളരെ ക്രൂഷ്യലാണ്. സഞ്ജു സാംസണിൽ നിന്നും ഒരു മികച്ച ഇന്നിംഗ്സ് വന്നേ തീരൂ. അതുപോലെ തന്നെ വൺ ഡൗണിൽ ഇഷാൻ കിഷൻ. നാലാമതായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചെത്തിയതിന്റെ ആവേശത്തിലാണ് ആരാധകരുള്ളത്. പിന്നീട് ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ. ഹാർദിക്കിന് ഇരു മത്സരത്തിൽ വിശ്രമം കൊടുക്കുമെന്ന് ചെറിയ തോതിലുള്ള ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. പക്ഷേ ഓൾറെഡി വാഷിംഗ്ടൺ സുന്ദർ പരിക്കേറ്റ് പുറത്താണുള്ളത്. അക്സർ പട്ടേലിനും പരിക്കിന്റെ ഇഷ്യൂസ് ഉണ്ട്. കഴിഞ്ഞ മത്സരങ്ങളൊന്നും അദ്ദേഹം കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു ഓൾറൗണ്ടർ കൂടി ഇന്ത്യ പുറത്തിരുത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഹാർദിക് പാണ്ഡ്യ കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5ാമത് ഹാർദിക് പാണ്ഡ്യ, പിന്നീട് ശിവൻ ദുബെ, 7ാമത് റിങ്കു സിംഗ്. ഇതിൽ ചിലപ്പോൾ ചെറിയ ഷെഫിളുകളും വരുത്താം. ഏതായാലും 8ാമത് ഹർഷിത് റാണ തന്നെ കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അക്സർ പട്ടേൽ അദ്ദേഹത്തിന്റെ ഒരു ഇഞ്ചുറിയിൽ നിന്നും പൂർണ്ണമായിട്ടും ഫിറ്റ്നസ് കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ കളിക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷേ ഇപ്പോൾ ഹർഷിത് റാണയ്ക്ക് തന്നെയാണ് കൂടുതലും സാധ്യത. ഇനിയിപ്പോൾ ഓൾറെഡി ടീമിന്റെ സീരീസ് സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ഹർഷിത്തിന് പകരം രവി ബിഷ്ണോയെ ഉൾപ്പെടുത്തുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഗംഭീര ബോളിംഗ് പ്രകടനം നടത്തിയിട്ടുമുണ്ട്. ഏതായാലും കുൽദീപ് യാദവ്, അർഷ്ദീപ് സിംഗ്, പിന്നെ വരുൺ ചക്രവർത്തി. ബുംറയ്ക്ക് ചിലപ്പോൾ റെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ബുംറയ്ക്ക് വിശ്രമം കൊടുക്കുന്നില്ലെങ്കിൽ അർഷ്ദീപ് സിംഗിനോ അല്ലെങ്കിൽ ഹർഷിത് റാണയ്ക്കോ പകരമായിട്ട് ജസ്പ്രീത് ബുംറ തന്നെ കളിക്കുകയും ചെയ്യും. ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം കൊടുത്തിരുന്ന വരുൺ ചക്രവർത്തി ഒരു മത്സരത്തിൽ തിരിച്ചെത്തുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. ഇന്ത്യയുടെ ഒരു പ്രോബബിൾ 11 ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണിംഗിൽ. സഞ്ജു സാംസണിന്റെ ഭാഗത്തു നിന്നും ഇന്നത്തെ മത്സരത്തിലെങ്കിലും ഒരു നല്ല ഇന്നിംഗ്സ് വരട്ടെ എന്ന് തന്നെ നമുക്കൊക്കെ ആഗ്രഹിക്കാം. ഇഷാൻ കിഷൻ, പിന്നീട് സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, റിങ്കു സിംഗ്, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. ഒരുപക്ഷെ ഹർഷിത്തിനെയോ അല്ലെങ്കിൽ അർഷ്ദീപിനെയോ മാറ്റിക്കൊണ്ട് ജസ്പ്രീത് ബുംറയെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. കുൽദീപ് യാദവിനെ മാറ്റിക്കൊണ്ട് രവി ബിഷ്ണോയെ തന്നെ കളിപ്പിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. ന്യൂസിലാൻഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ടീമിൽ നീഷമിനെയും ഫെർഗ്യൂസനെയും അവർ കൊണ്ടുവന്നിട്ടുണ്ട്, സ്ക്വാഡിലേക്ക് പുതുതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അവർ സ്ട്രൈറ്റ് ഇൻ ടു പ്ലേയിങ് ലെവലിലേക്ക് വരാനുള്ള ചാൻസും വളരെയധികം ഹൈ ആണ്. ടിം സീഫർട്ടും ഡെവോൺ കോൺവേയും തന്നെ ഓപ്പൺ ചെയ്യും. നമ്പർ 3 രജിൻ രവീന്ദ്ര, പിന്നീട് ഗ്ലെൻ ഫിലിപ്സ്, ഡാരിൽ മിച്ചൽ, മാർക്ക് ചാപ്മാൻ. ഡാരിൽ മിച്ചൽ ഈ നമ്പർ 5 കളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഒരു ടോപ്പ് ഓർഡർ ബാറ്ററാണെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. നമ്പർ 6 മാർക്ക് ചാപ്മാൻ, പിന്നീട് ജെയിംസ് നീഷം, പിന്നീട് ക്യാപ്റ്റൻ മിച്ചൽ സാൻഡർ, മാറ്റ് ഹെൻറി, ലോക്കി ഫെർഗ്യൂസൺ, ഇഷ് സൗദി. ഇങ്ങനൊരു പ്രോബോൾ 11 ഒരു സാധ്യത 11 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ നീഷമിനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ മിച്ചൽ സാൻഡർ അങ്ങനെ 8ാം നമ്പറിൽ കളിക്കുകയാണെങ്കിൽ അവരുടെ ബാറ്റിങ്ങിന് ഒരല്പം കൂടി ശക്തി വർദ്ധിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ടീമിനാണ് നാളത്തെ മത്സരത്തിൽ കൂടുതൽ സാധ്യതയുള്ളത്? ഇന്ത്യൻ ടീം പൊളിച്ചെടുക്കും, സഞ്ജു സാംസണും നല്ലൊരു ഇന്നിംഗ്സ് കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.